വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ഫങ്ഷണൽ അനാലിസിസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി. ഒരു ചെറിയൊരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി എന്ന്. സോ പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി സേസ് ദാറ്റ് ഇഫ് a system EI where I greater than or equal to 1 is an orthonormal system, then this system is a basis in H if and only if for all x element of H we have norm x square is equal to summation I greater than or equal to 1 absolute value of inner product xei square. So here we are given that this is an orthonormal system. അതിന് മാറ്റമില്ല. അപ്പോൾ നമ്മുടെ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇഫ് ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദെൻ ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് എ ബേസിസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ ഓൾ എക്സ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദിസ് ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. സോ പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി എന്താണ് പറയുന്നത്? ഇഫ് കളക്ഷൻ ഇ ഐ ഈസ് ആൻ orthonormal basis in H, then norm x square is equal to summation over I greater than or equal to 1 absolute value of inner product xei square, and this is true for all x element of H. So this is your പാഴ്സെവാൽസ് ഐഡൻറ്റിറ്റി. ഓക്കെ, സോ നമുക്കിതിന് ഇനി പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? ഇ ഐ ഓർത്തോനോർമൽ സിസ്റ്റം ആണെന്ന് തന്നിട്ടുണ്ട്. ഇ ഐ ബേസിസ് ആവണമെങ്കിൽ ഈ ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാണ് ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ എച്ച്. അപ്പോൾ ബേസിസ് ആണെങ്കിൽ നമുക്കറിയാം യു ടേക്ക് എനി എക്സ് ഫ്രം എച്ച്, ദെൻ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു യുണീക്ക് സീരീസ് ഇൻ ടേംസ് ഓഫ് ഇ ഐ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ യുണീക്ക് സീരീസ് ആരാണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ റണ്ണിങ് ഫ്രം 1 to infinity ഓർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ എ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആണ് നമ്മുടെ എക്സ്. ഇതാണ് എക്സ് എങ്കിൽ വാട്ട് ഇസ് നോം എക്സ് സ്ക്വയർ? അത് നമ്മൾ ചെയ്താൽ മതി. സോ നോം എക്സ് സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്ന് എഴുതാം. എക്സിന് പകരം ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. So that we will get inner product of summation I equal to 1 to infinity inner product xei ei, വീണ്ടും എക്സിൻ്റെ എക്സ്പ്രഷൻ summation j equal to 1 to infinity inner product xej. സോ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് വേരിയബിൾ ആണ്. അപ്പോൾ എനിക്കിതിനെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള പ്രോപ്പർട്ടിയും കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സമ്മേഷൻ 1 to infinity എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് കേട്ടോ. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity, സ്കെയിലാർ ഔട്ട് സൈഡ് എടുത്തു, എക്സ് സി ഐ. സോ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൽ നമുക്കിനി ബാക്കിയുള്ളത് ഇ ഐ ആണ്. ദെൻ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ ഇ ജെ. സോ നമ്മളിപ്പോൾ ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഓൾസോ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് ഇസ് കോൺജുഗേറ്റ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വേരിയബിൾ. സോ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് വേരിയബിളിലെ സമ്മേഷനും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity, ബാക്കിയുള്ളതിനെ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to infinity. ഇത് നമുക്ക് ഓൾറെഡി ഇവിടുത്തെ സ്കെയിലാറാണ്. ദെൻ സെക്കൻഡ് ആർഗ്യുമെൻറ്റിലെ സ്കെയിലാർ അത് പുറത്ത് കൊണ്ടുവരുമ്പോൾ കോൺജുഗേറ്റ് ആയിട്ടാണ് പുറത്ത് വരിക. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ജെ കോൺജുഗേറ്റ്. വാട്ട് റിമെയിൻസ് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ ഐ ഇ ജെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇ ജെ എന്ന് പറയുന്നത് ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോഴെല്ലാം അത് 0 ആണ്. സോ ഇവിടെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ഇവിടെ നിൽക്കട്ടെ. ഈ ഭാഗം നമ്മൾ നോക്കുക. സോ ഇവിടെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോഴെല്ലാം നമുക്ക് 0 ആണ് കിട്ടിക്കൊണ്ടിരിക്കുക. സോ വാട്ട് റിമൈൻസ് ഇസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to infinity. ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ജെ. സോ ഞാനത് പുറത്തെടുക്കുകയാണ്. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ. ദെൻ
വീണ്ടും ജെ ഈക്വൽ ടു ഐ ആകുമ്പോൾ മാത്രമേ നോൺ സീറോ കിട്ടുന്നുള്ളൂ. സോ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോൺജുഗേറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇ ഐ. ഇതാണ് നമുക്ക് അവിടെ ബാക്കി ഉണ്ടാവുക. ഓക്കെ, നൗ സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഇസ് മോഡ് സെഡ് സ്ക്വയർ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇസ് ദിസ് ഇസ് 1. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇ ഐ സ്ക്വയർ എന്നെഴുതാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് summation I is equal to 1 to infinity absolute value of xei square into 1. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന കാര്യം. നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity absolute value of xei square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന ഐഡൻറ്റിറ്റി. സോ ഒരു പാർട്ട് ഓക്കെയാണ്. ഇ ഐ ബേസിസ് ആണെങ്കിൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ദാറ്റ് ഐഡൻറ്റിറ്റി. ഇനി നമുക്കിതിൻ്റെ കോൺവേഴ്സിലേക്ക് കടക്കണം. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സിലേക്ക് കടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വി ആർ അസ്യൂമിങ് ദാറ്റ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എക്സ് സാറ്റിസ്ഫൈസ് ദ ഐഡൻറ്റിറ്റി നോം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു X has a unique series representation. അപ്പോൾ ആ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആണ് എന്ന് നമുക്കറിയാം. സോ ഞാനിവിടെ ഐ ഈക്വൽ ടു 1 to infinity എന്ന് എടുക്കാം കേട്ടോ. ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ. അപ്പോൾ ഞാനിവിടെ ഇൻഫിനിറ്റി വരെ എടുക്കുന്നതിന് പകരം n വരെ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ലിമിറ്റ് ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി എക്സ് ആണ് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോണത്. സോ അപ്പോൾ എനിക്ക് കാണിക്കേണ്ടത് ഇതിൻ്റെ ലിമിറ്റ് എക്സ് ആണ്. ഓക്കെ, അതിൻ്റെ ലിമിറ്റ് എക്സ് ആണെന്ന് കാണിക്കാൻ വി വിൽ ഇവാലുവേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ദിസ് സമ്മേഷൻ. അത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് കാണിച്ചാൽ എക്സ് ഈ തന്നിരിക്കുന്ന സമ്മേഷൻ്റെ ലിമിറ്റ് എക്സ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ഈസ് നോം ഓഫ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ. സോ നമ്മളതിനെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ടേംസിൽ എഴുതി. എക്സ് മൈനസ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആൻഡ് എക്സ് മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ. ദെൻ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ലീനിയാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിളും കോൺജുഗേറ്റ് ലീനിയാരിറ്റി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് വേരിയബിളും യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ എനിക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് നോക്കാം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇറ്റ് ഇസ് ഹിയർ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് സെക്കൻഡ് ടേം ഹിയർ. ഓക്കെ, അപ്പോൾ എക്സ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടേമിനെയും എക്സ്പാൻഡ് ചെയ്തു. നൗ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഇ ഐ ആൻഡ് എക്സ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തു. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു. അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് പുറത്ത് വരും. സോ വി ഹാവ് പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആൻഡ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ. നൗ നമ്മുടെ ആദ്യത്തെ എക്സ്പ്രഷൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ദിസ് ഇസ് നത്തിങ് ബട്ട് നോം this is norm x square. രണ്ടാമത്തെ ടേം നോക്കുക. രണ്ടാമത്തെ ടേമിൽ വി ഹാവ് ഇന്നർ പ്രൊഡക്റ്റ് ഇസ് കോൺജുഗേറ്റ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് വേരിയബിൾ. സോ നമുക്കിതിനെ സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n
സ്കെയിലാർ ഔട്ട് സൈഡ് എടുക്കുക. സെക്കൻഡ് വേരിയബിളിൽ നിന്നായതുകൊണ്ട് അത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ കോൺജുഗേറ്റ് ആയിട്ടാണ് പുറത്ത് വരിക. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ, ദിസ് ഇസ് അവർ സെക്കൻഡ് ടേം. ഇതുപോലെ നമ്മുടെ തേർഡ് ടേം എന്തായിരിക്കും? ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വേരിയബിൾ. സോ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n, സ്കെയിലാർ ഔട്ട് സൈഡ് എടുത്തു, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ, വാട്ട് റിമെയിൻസ് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ എക്സ് പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? രണ്ടിലും നമുക്ക് ലീനിയാരിറ്റി ഉണ്ട്. അതായത് ഫസ്റ്റ് വേരിയബിളിൽ നമുക്ക് ലീനിയർ ആണ്, സെക്കൻഡ് വേരിയബിളിൽ കോൺജുഗേറ്റ് ലീനിയർ ആണ്. സോ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n, സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n. ആദ്യത്തേതിലെ സ്കെയിലാർ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ, രണ്ടാമത്തേതിലെ സ്കെയിലാർ പുറത്ത് വരുമ്പോൾ കോൺജുഗേറ്റ് ആവും, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ കോൺജുഗേറ്റ്, ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇ ജെ. ഇപ്പോൾ വീണ്ടും ഇത്രയും ഭാഗം മാത്രം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ജെ, സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഹിയർ. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ജെ കോൺജുഗേറ്റ് inner product ei ej. Inner product ei ej is non-zero only when I is equal to j. So ഈ സെക്കൻഡ് സമ്മേഷനിൽ നമുക്ക് i ഈക്വൽ ടു ജെ ആകുമ്പോൾ മാത്രമേ ഒരു ടേം നോൺ സീറോ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി എന്താ കിട്ടുന്നതെന്ന്. സോ വി വിൽ ഗെറ്റ് നോം എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n inner product എക്സ് ഇ ജെ കോൺജുഗേറ്റ് ഇൻറ്റു inner product എക്സ് ഇ ജെ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ. ഇവിടെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ടി ഐ എക്സ് എന്നാണ്. ഇന്നർ പ്രൊഡക്റ്റ് ടി ഐ എക്സിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോഴെല്ലാം ഇന്നർ പ്രൊഡക്റ്റ് ടി ഐ ഇ ജെ സീറോ ആയി പോകും. സോ വാട്ട് റിമെയിൻസ് ഇസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഇ ഐ കോൺജുഗേറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇ ഐ. ഇന്നർ പ്രൊഡക്റ്റ് ഇ ഐ ഇ ഐ എന്ന് പറയുന്നത് 1 ആയിപ്പോയി. ഓക്കെ, സോ വി ഗോട്ട് ദിസ്. ഇവിടെ നോക്കാം, ഈ എക്സ്പ്രഷൻസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഒരു ടേം നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. സോ വാട്ട് റിമെയിൻസ് ഇസ് നോം എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ. ഇതാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ നോക്കുക, നമുക്ക് ഓൾറെഡി അറിയാം നോം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇ ഐ സ്ക്വയർ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇതിൽ നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ലിമിറ്റ് എടുത്താൽ വി വിൽ ഗെറ്റ് നോം എക്സ് സ്ക്വയർ. സോ ദിസ് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്, നോം ഓഫ് എക്സ് മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്, നമുക്കറിയാം എക്സ് എൻ കൺവെർജസ് ടു എക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കണം. എക്സ് എൻ കൺവെർജസ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് ഇതാണ്, നോം ഓഫ് ദിസ് കൺവെർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ള എക്സ്പ്രഷനാണ് ഞാൻ എഴുതണേ. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ദിസ് കൺവെർജസ് ടു എക്സ് ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി. ഇവിടെ കൺവെർജസ് ടു എക്സ് ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഐ ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് ഇ ഐ ഇൻറ്റു ഇ ഐ. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഏത് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എടുത്താലും ഇറ്റ് ഹാസ് എ സീരീസ് റെപ്രസെൻറ്റേഷൻ.
ആ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ യൂണീക്നെസ് നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് എ ബേസിസ് ഇൻ എച്ച്. നമ്മൾ 2 പാർട്ടും പ്രൂവ് ചെയ്തു. ബേസിസ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നു. ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബേസിസ് ആവും. ഈ സിസ്റ്റം ഇ ഐ എന്ന് പറയുന്നത് ഒരു ബേസിസ് ആവും. ഈ 2 പാർട്ടും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് പാഴ്സെവൽസ് ഐഡൻറ്റിറ്റി.